അപ്പോൾ ഇന്ന് നമ്മൾ കോലം കെട്ടി പോകാൻ പോകുന്നത് ഹലിബീഡുവിലോട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു ഡ്രസ്സാണ് ഇടുന്നത്. അതിന് ഇങ്ങനൊരു ബാഗും കൂടെ പെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവരെ കണ്ടപ്പോഴാണ് കോണ്ടെക്സ്റ്റ് മാറിയ പോലെ തോന്നിയത്. തേയില പറിക്കാൻ പോകുന്ന ചേച്ചിമാരെ പോലെ ഇല്ലേ. പിന്നെ ഒരൊറ്റ ഓട്ടോമ്പോൾ എല്ലാവരും കൂടെ ഇങ്ങനെ കുത്തി കയറ്റി അങ്ങ് കയറി എൻ്റെ മടിയിലൊക്കെ ഇരിക്കുന്നു. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് ചിരിയങ്ങ് തുടങ്ങിയതാണ്. പിന്നെ നമ്മുടെ ചന്ദ്രായപട്ടണം ബസ് സ്റ്റാൻഡിൽ നിന്ന് നേരെ കയറിയത് ഹസൻ ബസ്സിലേക്കാണ്. ഹസൻ ബസ്സിൽ കയറിയിട്ട് നേരെ പോയിരുന്നു. കിടക്കുന്ന അവിടെ ഒരു മലയാളി. അവിടെ എത്തിയപ്പോഴേക്കും വിശന്ന്. അപ്പോൾ കുറച്ച് ചിപ്സ് വാരി തിന്ന്. ഇത്ര രസമുള്ള സ്ഥലത്ത് കൂടെയാണെന്നറിയോ ട്രാവൽ ചെയ്തിട്ടുണ്ടായിരുന്നേ. കർണാടകത്തിന്റെ ഭംഗി എന്ന് പറയുന്നത് ഭയങ്കര ഒരു ബ്യൂട്ടിയാണ് കേട്ടോ. നേരെ അവിടെ എത്തിയത് ഇവരുടെ ക്ലാസിക് ഫുഡ് ആയപ്പോൾ എല്ലാം വന്ന് തട്ടി. അത് കഴിഞ്ഞപ്പോൾ ഒരു വഴയും കൂടെ അങ്ങ് തട്ടി. നേരെ നമ്മൾ റെഡി ആയിട്ട് നമ്മൾ ഹെയർ സ്റ്റൈലൊക്കെ ചെറുതായിട്ടൊന്ന് മാറ്റിയിട്ടുണ്ട്. പിന്നെ കുറച്ച് ടിഷ്യൂ പേപ്പറും ചാമ്പിയോടും. ഹലബീഡു ബസ് സ്റ്റാൻഡിന് നേരെ ഓപ്പോസിറ്റ് ആണ് കേട്ടോ നമ്മുടെ ഈ ഹൊയ്സാല ടെമ്പിൾ വരുന്നത്. അവരുടെ രാജവംശത്തിന്റെ ഒരു ക്യാപിറ്റൽ എന്നൊക്കെ വേണമെങ്കിൽ നമുക്കിത് പറയാം കേട്ടോ. അത്രയും നൈസായിരുന്നു. നേരെ കുറച്ച് പൂവൊക്കെ മേടിച്ച് നമ്മൾ അവിടെ കയറി കേട്ടോ. അവിടെ കയറി കുറെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് തളർന്ന്. ഒരു വർഷമായിട്ട് ഈ സ്കൂളിൽ പണിയെടുത്തിട്ട് ഇപ്പോഴാണ് ഇവിടെ ഇങ്ങനെ നല്ല സേറ്റ് കമ്പനി കിട്ടുന്നത് കേട്ടോ. നമ്മൾ പുറത്ത് പോകാനാണെങ്കിലും എല്ലാത്തിനാണെങ്കിലും ഇവരിപ്പോൾ ഉണ്ട്. പക്ഷെ ഇവരെല്ലാം നെക്സ്റ്റ് ഇയർ സ്കൂൾ മാറുന്ന കേട്ടോ. അപ്പം എനിക്ക് ഭയങ്കര സങ്കടമുണ്ട്. അത് കഴിഞ്ഞിട്ട് നേരെ ഒരു കരിക്കൊക്കെ കുടിച്ച് അങ്ങ് നേരെ വന്ന് വെയിൽ മറയ്ക്കാൻ വേണ്ടി നമ്മൾ ഇങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ റോട്ടി കൂടെ നടന്നു പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ കർണാടകക്കാരുടെ ഫേവറേറ്റ് ഫുഡ് കഷ്കവട്ട കബാബും തട്ടി, ഒരു ചിക്കൻ ഫ്രൈയും കൂടെ തട്ടി, കൂടെ ഒരു ബദാമിൽ കൂടെ തട്ടി, ഒരു കണ്ണടയും മേടിച്ച് നേരെ നടന്നു പോവുകയാണ് നമ്മൾ ബസ് കയറാനായിട്ട്. അങ്ങനെ ബസ്സൊക്കെ കയറി വീട്ടിൽ പോയി ഇരുന്നു.